നഷ്ടങ്ങളുടെ മറ്റൊരു സീസണും അവസാനത്തിലേക്ക്. മത്സ്യബന്ധന മേഖലയിൽ ബോട്ടുകളുടെ എഞ്ചിന്റെ താളം ഇനി 1.5 മാസത്തേക്ക് നിലയ്ക്കും. ട്രോളിംഗ് നിരോധനത്തിന് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ തുടക്കമാകും. കടലൊന്ന് ശാന്തമാകുമ്പോൾ പ്രതീക്ഷയുടെ തുഴയെറിഞ്ഞ് കടലിൽ ഇറങ്ങുമ്പോഴെല്ലാം മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ വെറും കൈയോടെ തിരിച്ചുവരവ്. തൊഴിലാളികളെയും ബോട്ടുടമകളെയും വലച്ച് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ പ്രതികാര നടപടികളും. കടം വാങ്ങിയും ലോണെടുത്തും കടലിലിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശ മാത്രം സമ്മാനിച്ച ഒരു സീസൺ കൂടി അവസാനിച്ചു. ഇനി ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഏർപ്പെടുത്തിയത്. ഈ സമയത്ത് കരയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള മേഖലയിൽ ട്രോളിംഗ് നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. ട്രോളിംഗ് നിരോധന കാലത്ത് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ചെറുവള്ളങ്ങൾക്ക് നിരോധനമില്ല. 4000-ഓളം ട്രോൾ ബോട്ടുകൾക്കും വിദൂര മേഖലകളിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾക്കും ഈ നിരോധനം ബാധകമാണ്. പരമ്പരാഗത വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് എന്നാൽ നിരോധനം തടസ്സമല്ല. ജൂൺ 10 മുതൽ 52 ദിവസം പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദിനങ്ങളാണ്. 10 മാസത്തെ സീസണിൽ ഈ വർഷം ആകെ കടലിറങ്ങാനായത് വെറും 4-5 മാസം മാത്രം. ദുരിതങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ മത്സ്യമേഖല അഭിമുഖീകരിച്ചത്. കടലാക്രമണവും കാലാവസ്ഥാ മുന്നറിയിപ്പും മത്സ്യലഭ്യത കുറവും മൂലം തീരം നേരത്തെ തന്നെ പട്ടിണിയിലേക്ക് നീങ്ങിയിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവിന് മുമ്പ് തന്നെ മഴ ശക്തമായതിനാൽ ആഴ്ചകളായി മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്കിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ബോട്ടുകളുടെയും വലകളുടെയും അറ്റകുറ്റപ്പണികളുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷൻ മാത്രമാണ് ലഭിക്കുന്നത്. ആശ്വാസ ധനസഹായം കൂടി ലഭ്യമാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായിട്ട് ബോട്ടുകളെല്ലാം കരയ്ക്ക് തിരിച്ചെത്തി തുടങ്ങി. ഏകദേശം പകുതി കൂടുതൽ ബോട്ടുകൾ എത്തി തുടങ്ങി. അപ്പം കാര്യമായിട്ടുള്ള മീനൊന്നും ബോട്ടരി കിട്ടണില്ല. ഈ വർഷം വളരെ പരാജയത്തിലായിരുന്നു ഫിഷിംഗ് മേഖല. ബോട്ടുകളെല്ലാം കുറേ ബോട്ടുകൾ കടലിൽ പോയിട്ടില്ല, പണി മോശമായതുകൊണ്ട്. പിന്നെ പകുതി കൂടുതൽ ബോട്ടുകൾ എത്തി തുടങ്ങി. അതുപോലെ തന്നെ ട്രോളിംഗ് നിരോധന സമയത്ത് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തൊന്നും ആർക്കും 2-3 വർഷമായിട്ട് അതൊന്നും കിട്ടണില്ല. അപ്പോൾ പരിപൂർണമായിട്ട് നമ്മളെ ഈ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കിട്ടേണ്ട അനുകൂലമൊന്നും സർക്കാരിന്റെ ഭാഗത്ത് കിട്ടില്ല. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അന്യസംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. PGTV ന്യൂസ്, പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.